ഈ ഒരു സ്ഥാപനത്തിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഭീമാക്ക എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗണേശ് ഏട്ടൻ പറഞ്ഞു ബെഞ്ചമിൻ മെലോയ്സിനെ എൻ്റെ സ്മരണാർത്ഥം 87 അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ വർഷത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല വേറെ സ്ഥലത്തും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഇന്ത്യയിലുടനീളം. പക്ഷേ ഇത്തരത്തിൽ പേരുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം കണ്ടിട്ടില്ല. ഒരുപക്ഷെ അത് ഇവിടെ മാത്രം അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായി തന്നെ ഞാൻ കാണുന്നു. കാരണം ബെഞ്ചമിൻ മെലോയ്സിന്റെ ഒക്കെ നാടകങ്ങളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ശക്തമായി കളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ മെലോയ്സ് ഒക്കെ ആയിട്ട് അവരുടെ പ്രശ്നങ്ങളും സങ്കീർണതകളൊക്കെ നടന്ന ഒരു കാലഘട്ടം 80-90 കാലഘട്ടങ്ങളിലൊക്കെ. ആ കാലഘട്ടങ്ങളിലാണ് ഈ വായനയിലേക്കൊക്കെ നമ്മളൊക്കെ എത്തുന്ന സമയം. ആ വായനയുടെ ഏറ്റവും തീഷ്ണമായ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് MT നമ്മൾ വായിക്കുന്നത്. MT എന്ന രണ്ടക്ഷരം ശരിക്കും നമ്മുടെ ഒരു യുഗാന്ത്യം എന്നൊക്കെ പറയുന്ന പോലെ, യുഗം പോലെ നമ്മളെ തോന്നിപ്പിക്കുന്നതാണ്. അദ്ദേഹം മരിക്കില്ല എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ഒരു തരത്തിലാണ് നമ്മൾ മനസ്സിലൊക്കെ ചേർന്ന് നിന്ന് പോയത്. ശരിക്കും ഇപ്പോൾ നമ്മൾ വിട്ടുപോയത് MT ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് സംശയം മാത്രമേ ഉള്ളൂ. കാരണം MT മരിച്ചു പോയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോഴും MT നിശബ്ദമായ നിൽക്കുന്ന പോലെ തന്നെ MT നമ്മളെ കൂടെ തന്നെ നിന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ അടുത്ത അനുസ്മരണ എഴുത്തില് സുഭാഷ് ചന്ദ്രൻ ഒരു വരി എഴുതിയത് വളരെ വികാരപരമായിട്ട് ഞാനൊന്ന് കാണുകയാണ്. MT നമ്മൾ സഞ്ചരിച്ച വഴിയിലല്ല സഞ്ചരിച്ചത്, തുടർന്ന് എഴുതിയ ആധുനിക എഴുത്തുകാരെ പോലും എന്നല്ല MT എഴുതിയത്. പക്ഷേ MT മറ്റൊരു വഴിയിൽ ഉണ്ടെന്ന ബോധ്യം തന്നെ പുതിയ എഴുത്തുകാർക്ക് വളരെ ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നൊരു എഴുത്ത് അദ്ദേഹം എഴുതിയിട്ടാണ് അത് ഉപസംഹരിക്കുന്ന ആ ഒരു എഴുത്ത്. അപ്പൊ അതുപോലെ തന്നെയാണ് MT എന്ന രണ്ടക്ഷരം നമ്മുടെ നാട്ടിൽ വായനയിൽ, സംസ്കാരത്തിൽ, നമ്മുടെ ചിന്തയിലൊക്കെ ഉണർത്തിവിട്ട ഒരു തീ, ഒരു നിശബ്ദമായ ഒരു വിപ്ലവമാണ് നടത്തിപ്പോയത്. വായനയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഞാനൊക്കെ വായനയിലേക്ക് തുടങ്ങിയത് 10th കഴിഞ്ഞ് പ്രീ-ഡിഗ്രി സമയത്തൊക്കെ കൊല്ലം നമ്മളെ കൊയിലാണ്ടി കൊല്ലത്ത് ഒരു ചെറിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ഗേറ്റിന്റെ അടുത്ത് ലൈബ്രറി തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു ലൈബ്രറി. അന്ന് അതിന് പേരൊന്നുമില്ല, അത് ഇപ്പോഴും പേരില്ല എനിക്ക്. അപ്പോൾ മാറിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പൊടി പിടിച്ച് അലമാരയിൽ നമ്മളിങ്ങനെ എത്തിപ്പെട്ടും ആരുമില്ല, ഒരു പ്രായമായ ഒരാള് നിൽക്കുന്നു. 90കളിലാണ് കാലം. ആ സമയത്ത് അവിടുന്ന് എനിക്ക് 2 പുസ്തകം എടുത്തു തരുന്നു. അവർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത പുസ്തകങ്ങളാണ്. ഇതൊന്നും കൊണ്ടേ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കിട്ടിയ പുസ്തകം അപ്രതീക്ഷിതമായിട്ട് 4 കെട്ടായിരുന്നു. അപ്പോൾ MT വാസുദേവൻ നായർ 4 കെട്ട് വീട്ടിലൊക്കെ വന്നപ്പോൾ അമ്മയൊക്കെ വായിക്കുന്ന ആളാണ്. 4 കെട്ടുന്ന പുസ്തകമാണ്. അപ്പൊ 4 കെട്ട് വായിച്ചു തുടങ്ങുന്ന ഒരു കൗമാരക്കാരന് ശരിക്കും പെട്ടെന്ന് അപ്പുണ്ണിയായി പരിണമിക്കും. അപ്പുണ്ണിയുടെ ലോകത്ത്, അപ്പുണ്ണിയുടെ ചുറ്റുമുള്ള ഇരുട്ട് നമ്മളിലേക്ക് കയറുന്നു വരും. അപ്പുണ്ണിയുടെ സങ്കടങ്ങൾ നമ്മളതായിട്ട് മാറും. അപ്പുണ്ണി അവിടെ ഒരു അയ്യപ്പൻ കയത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഇരുത്തുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അയ്യപ്പൻ കയത്തിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ദൈവങ്ങൾ ഉറങ്ങുന്ന അയ്യപ്പൻ കയത്തിലേക്ക് നോക്കി നമ്മളിരിക്കും, കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലെ, അത് ഒരു അസ്തിത്വ പ്രശ്നം ഒക്കെ നമ്മളെ മുകുന്ദനൊക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ശരിക്കും അതിന്റെ ഒരു ടോൺ അവിടെയൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ അനുഭവിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ആ ഇരുട്ടും ആ പരിഭ്രാന്തിയും ആ ഒറ്റപ്പെടലും ദൈന്യതയും ഒക്കെ അപ്പുണ്ണിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന ഒരു കാലമായിരുന്നു. ആ ഒരു എഴുത്തില് 4 കെട്ടും പടിപ്പുരയും തെക്കിനിയും ആ വാക്കുകളൊക്കെ നമുക്ക് അപരിചിതമായിരുന്നു. ഒരുപക്ഷെ നമുക്ക് ആദ്യമായിട്ട് കേട്ടത് ആ വള്ളുവനാടൻ സ്റ്റൈൽ നമ്മൾ കേട്ടത് ആ തെക്കിനിയിൽ വിളക്ക് തെളിഞ്ഞു. തെക്കിനി എന്ന് പറയുന്നതന്നെ നമുക്ക് അപരിചിതമായ ആ തറവാടിന്റെ ഉള്ളളങ്ങളിൽ അവിടെ എന്താണ് അതറിയാനുള്ള കൗതുകങ്ങൾ മലയാളിക്കുന്ന പോലെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവണം. അതോട് പക്ഷെ ആ ഒരു എഴുത്ത് വളരെ ജനകീയമാക്കുന്നതിൽ MT സാധിച്ചു എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം. MT നിൽക്കുന്നത് ഒരുപക്ഷെ ആധുനികതയുടെ എഴുത്തിനും നമ്മുടെ റിയലിസത്തിന്റെ നടുവിലാണ്. ആധുനിക എഴുത്തിന്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഉറൂബിന്റെ സുന്ദരികൾ സുന്ദരന്മാരും ഈ 4 കെട്ടും ഒരേ സമയത്താണ് 1958 ഒരേ സമയത്താണ് അത് പ്രകാശനം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ആ കാലത്ത് റിയലിസം തഥാഗതമായിട്ട് നമ്മുടെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ആഖ്യാനങ്ങൾ എഴുതി പോകുന്ന ഒരു സ്റ്റൈൽ, കഥ പറയുന്ന രീതിയിൽ എഴുതിപ്പോയ ഉറൂബും ഒക്കെ പോയി കശതൊക്കെ എഴുതിപ്പോയ ഒരു സമയം. അതിന് ശേഷമാണ് MT എഴുതുന്നത്. പക്ഷെ MT എഴുതുമ്പോൾ MT ഉൾക്കൊണ്ട ഒരു സംഭവം അവിടെ പറയാൻ പറ്റുന്ന ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. കഥാപാത്രങ്ങളുടെ ഉള്ളുകൊണ്ട് സംസാരിപ്പിച്ച് അതൊരു പ്രത്യേക രീതിയായിരുന്നു. അതുവരെ ഇല്ലാത്തൊരു രീതിയിലായിരുന്നു MT നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ടാണ് MTയുടെ കഥാപാത്രങ്ങള് കഥയെക്കാളും ഏറെ നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്നത്. സേതുവൊക്കെ ആയിട്ട് നമ്മളങ്ങ് മാറുകയായിരുന്നു.
സുമിത്ര സേതുവിനോട് പറയുന്ന ഡയലോഗ് എല്ലാവരും ഇപ്പം വളരെ പരിചിതമായിട്ട് വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. മുമ്പ് തന്നെ നമ്മളിത് കയറിപ്പോയതാണ്. സേതുവിന് ഇഷ്ടം ഉണ്ടായിരുന്നു, അത് സേതുവിനോട് മാത്രമായിരുന്നു. അത് നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. അതൊക്കെ കഥാപാത്രങ്ങളാണ് കഥയേക്കാൾ ഏറെ നമ്മളോട് കൂടെ നടന്നത്. എം ടിയിലെ കഥ ഒരുപക്ഷെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കഥകളുടെ ഒരു ബേസിക് കഥ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാലത്ത് പറയും ഇനിയൊരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോകത്ത് കഥകൾ കഴിഞ്ഞു, കഥകൾ ടൈപ്സ് കഥകൾ കഴിഞ്ഞത്രേ. നോവലിന് ഇനി വേറൊന്നും എഴുതാൻ പറ്റില്ല എന്ന് വെച്ചാൽ കഥകൾക്കൊരു അന്ത്യം ഉണ്ടാവുമല്ലോ, കഥകൾക്കൊരു അന്ത്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-75 തരത്തിലുള്ള കഥകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ലാത്തൊരു കഥ എഴുതാൻ പറ്റില്ല. ആ കഥേന്റെ ഒരു മാക്സിമം സ്റ്റോർ കഴിഞ്ഞു എന്നാണ് ഇപ്പം പുതിയ കാലത്ത് പറയുന്നത്. പക്ഷെ എം ടി എഴുതുന്ന കാലത്ത് ആ കഥയല്ല നമ്മളെ സ്വാധീനിച്ചത്, കഥാപാത്രങ്ങളാണ്. എം ടി അവസാനം കാർത്തികന്റെ പണിക്കൂറി പറയുന്നത് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ എന്നെ തേടിയിരിക്കുന്നുണ്ട്, എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ, ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് എഴുതാനുണ്ട്. ആ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് കഥികനെ നിങ്ങൾക്ക് എഴുത്തുകാരെ നിങ്ങൾക്ക് അവിശ്വസിക്കാം, പക്ഷെ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയുന്നു. കാരണം ആ കഥാപാത്രങ്ങൾ ഇനിയും ആരൊക്കെ എഴുതും? തീർച്ചയായിട്ടും ആ ഒരു എഴുത്തിന്റെ ഒരു ജനർ കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യരും എഴുത്തുകാരും ആ കഥാപാത്രങ്ങളെ തേടി വരും. കഥയൊക്കെ ഒരുപക്ഷെ സെയിം ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ കഥകൾക്കൊന്നും നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കഥകളുടെയൊക്കെ ലോകത്തിന്റെ മൊത്തത്തിലെ സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ കഥകൾക്ക് ഇനി അതിന്റെ ഒരു ധർമ്മം നിർവഹിക്കാൻ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ കഥാപാത്രങ്ങൾ നമ്മളെ അറിയാതെ കടന്നുപോകും. അപ്പൊ അതിലാണ് ഞാൻ എം ടി എ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം ഇവിടെ നമുക്ക് പറയാൻ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. എം ടി പറഞ്ഞൊരു വാക്കുകളാണ്: അറിയാത്ത അത്ഭുതങ്ങളുടെ ഗർഭങ്ങൾ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എന്റെ പ്രിയപ്പെട്ട നിളയെയാണ്. അത് വല്ലാത്തൊരു സംസാരമാണ്. അത് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ ഇത്രമാത്രം ആധുനിക ലോകോത്തര സാഹിത്യത്തിൽ ബന്ധപ്പെട്ട് വായിച്ച ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്നാണ് പറയുന്നത്. സേതു ഈ അടുത്ത് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചെറുകൂട്ടങ്ങളിലെ പൊട്ടിച്ചിരികളെ പറ്റി. ചെറുകൂട്ടങ്ങൾ അദ്ദേഹം ഭയങ്കര സജീവമായിരുന്നു അത്രേ. സേതുവും അങ്ങനെ ചെറുകൂട്ടങ്ങൾ അദ്ദേഹം എം വിജയമാഷൊക്കെ ചേർന്നിട്ട് ഗൾഫ് ടൂറൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ അനുസ്മരിക്കുന്നത് സംസാരം കേട്ട നമ്മൾ കണ്ട എം ടി അല്ല. പൊട്ടിച്ചിരിക്കുകയും തമാശ പറയുകയും അത്യാവശ്യം മോശമായ തമാശകളൊക്കെ പറഞ്ഞ് ആർത്ത് ചിരിച്ച് ആ ഒരു കൂട്ടത്തിൽ എത്തിപ്പെടാൻ വെമ്പുന്ന ഒരു എം ടി അവർ അനുസ്മരിക്കുന്നു. നമ്മൾ കണ്ട ഒരു ഗൗരവപൂർണമായ എം ടി എന്നല്ല. അപ്പൊ എം ടി പറഞ്ഞൊരു സംഭവമുണ്ട്: അർത്ഥഗർഭമായ സമുദ്രങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ എഴുതാം, അനന്തമായ സാധ്യതകളിൽ എഴുത്തുകാരനെ ഭാവനയിലൊക്കെ വിഹരിക്കാം, പക്ഷെ എനിക്കിഷ്ടം എന്റെ നിളയെക്കുറിച്ച് എഴുതാനാണ്. ആ നിളയുടെ പരിസരത്ത് ഓപ്പോളും കുട്ടിയെടുത്തിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ലോകത്തെക്കുറിച്ച് എഴുതുകയാണ്. അത് ആ ഒരു സ്റ്റാൻഡ് അദ്ദേഹം കീപ്പപ്പ് ചെയ്തു. ഒരു സ്റ്റാൻഡാണ് പിടിച്ചത്. ആ സ്റ്റാൻഡിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അതൊരു തരം ഒരു ഷാഠ്യമാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കണ്ടത് നൈനിറ്റാളിലെ മഞ്ഞ് മാത്രമാണ് ഒരുപക്ഷെ, അല്ലെങ്കിൽ വാനപ്രസ്ഥമൊക്കെ അവസാനം വന്ന കാലത്തൊക്കെ. അപ്പൊ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം അദ്ദേഹം എഴുതുന്ന രീതിയിലല്ല പുതുതായ എഴുത്തുകാർ എഴുതുന്നത്. സേതു ഈ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 തരത്തിൽ എം ടിയെ വായിക്കാം. എം ടി എന്ന ഒരു സാഹിത്യകാരനെ വായിക്കാം, അതുപോലെ തന്നെ സാഹിത്യകാരനായിട്ടുള്ള ഒരു പത്രാധിപനെ വായിക്കാം. ഒരു സാഹിത്യകാരനായിട്ട് പത്രാധിപൻ ലോകത്ത് മറ്റെവിടെയില്ല എന്നാണ്. ഇത്രയേറെ സാഹിത്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പത്രാധിപനായിട്ട് ജോലി ചെയ്യുന്ന ഒരു മഹാനായ വ്യക്തി വേറെ എവിടെയില്ല എന്ന് അദ്ദേഹം അനുഷിംഗന്മാർ പറയുന്നുണ്ട്. അതിൽ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ടോൺ പറയുന്നുണ്ട്. മാതൃഭൂമിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന കാലത്ത് എന്തോ ഒരു പ്രയാസമായിട്ട് മാതൃഭൂമിയിൽ നിന്ന് അദ്ദേഹം ഒഴിവായിപ്പോയി. എം ടി ഒഴിവായിപ്പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഒഴിവായിപ്പോയിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ മാതൃഭൂമി തന്നെ തിരിച്ചു വിളിച്ചു. മാതൃഭൂമിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തെ മനസ്സിലാവുന്ന സംഭവം ഉണ്ടല്ലോ. തിരിച്ചു വിളിച്ചപ്പം അന്ന് അഗ്നിസാക്ഷികൾ, ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷികൾ ഇങ്ങനെ കണ്ടശ്ശേരി വന്നിരിക്കുന്ന ഒന്നുകൊണ്ട് സമയമാണ്, തീരാൻ പോവുകയാണ്. അപ്പൊ 5 എണ്ണറ്റേ ഉള്ളൂ ബാക്കി. അപ്പൊ സേതു അന്ന് പുതിയ എഴുത്തുകാരാണ്, ചെറുപ്പക്കാരനാണ്. സേതു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പം ബാങ്ക് ഉദ്യോഗസ്ഥന്മാരൊന്നും അങ്ങനെ എഴുത്തുകാരായി അംഗീകരിക്കാത്തൊരു കാലമാണ്. നമ്മൾ ആ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ എഴുതുക അങ്ങനൊന്നും അംഗീകരിക്കുക. അപ്പൊ സേതു ഒരു പ്രത്യേക എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെയുള്ള മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് പാണ്ഡവപുരം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ 5, 6 എനിക്ക് 7 ഭാഷയിലേക്ക് അങ്ങനെ തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകമാണ് പാണ്ഡവപുരം. ആ പാണ്ഡവപുരത്തിന്റെ എഴുത്തിന്റെ സമയത്ത് സേതു പറയുന്നുണ്ട്, സേതുവിന്റെ കയ്യെഴുത്ത് പ്രതി മാത്രമേ ഉള്ളൂ. അപ്പം എം ടി വിളിച്ച് ചോദിക്കുകയാണ്, ഇത് നമുക്ക് കൊടുത്തൂടെ, ഇങ്ങോട്ട് ചോദിക്കാനത്രേ. അപ്പം സേതു ഭയങ്കര എന്താ പറയാ ബിബിൽഡേഡ് എന്ന് പറയാം, ആ വേർഡ് അദ്ദേഹം. ഞാനാകെ പരിഭ്രാന്തനായിട്ട് ചോദിച്ചു, അത് എനിക്ക് പറ്റുമോ?
അപ്പോൾ എഴുതിയ ആ കോപ്പികൾ കയ്യിലുണ്ടോ ചോദിച്ചു. അപ്പോൾ അത് എൻ്റെ അടുക്ക് ഉണ്ട്. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യുക, അതിന്റെ മുകളിൽ കുറച്ച് നാൾ അടയിരിക്കൂ എന്ന് പറയും. 1 വർഷം നീ അതിന്റെ മുകളിൽ നിന്ന് അടയിരിക്കൂ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ആ പാണ്ഡവപുരം ജനിക്കുന്നത്. പാണ്ഡവപുരം നല്ല ചർച്ച ചെയ്യപ്പെട്ടു. പിന്നെ സേതു പിന്നെ ആ ഒരു തലത്തിലേക്ക് ഉയർന്ന ഒരു എഴുത്തുകാരനായി മാറി. അപ്പൊ തീർച്ചയായിട്ടും MT എന്ന ഒരു എഴുത്തുകാരന് പത്രാധിപൻ അറിയാം താൻ എഴുതിപ്പോകുന്ന രീതിയിലല്ല യുവാക്കൾ എഴുതി പോകുന്നത്. അവരെഴുത്തുകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ആ തരത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എഴുത്ത് അദ്ദേഹം പറയുന്നതാണ് അതെനിക്ക് ഏറ്റവും ഉചിതമായി തോന്നിയ ഒരു കാര്യമാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹെഗൽ പറയുന്നുണ്ട്, നോവലിനെ പറ്റി ഹെഗൽ പറയുന്നുണ്ട്, ഇതിഹാസങ്ങളാണ് ആധുനിക കാലത്തെ ഇതിഹാസങ്ങളാണ് നോവലുകൾ. ശരിക്കും നമ്മളിപ്പം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളാണെങ്കിലും ഏതിപ്പം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയാണെങ്കിലും ഒക്കെ ശരിക്കും ഇതിഹാസങ്ങൾ തന്നെയാണ്. ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പൗരാണികമായിട്ടുള്ള ഇതിഹാസങ്ങളല്ല. ഹെഗൽ പറയുന്ന സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹെഗൽ പറയുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ മുതലാളിത്ത കാലഘട്ടത്തിൽ, ഈ നവീന കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന നോവലുകൾ പലതുമാണ് ഇവിടെ ഇതിഹാസങ്ങളായി മാറി. അങ്ങനെ ആവുമ്പോൾ ഏറ്റവും ഇതിഹാസതുല്യമായിട്ടുള്ള ഒരു എഴുത്തായിരുന്നു രണ്ടാം ഊഴം. രണ്ടാം ഊഴം വായിക്കാത്ത മലയാളികൾ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ടറിയാത്ത ആരും ഉണ്ടാവില്ല. രണ്ടാം ഊഴം വായിക്കുക ഒരു തവണയല്ല, അനേക തവണ വായിച്ച ഒരനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഭീമനൊക്കെ ആയി നമ്മൾ തന്നെ അങ്ങ് മാറുകയാണ്. അപ്പോൾ രണ്ടാം ഊഴത്തിന്റെ ഒരു ചരിത്രം ശരിക്കും അത് ഇതിഹാസമാണ്. അത് മഹാഭാരതനെ റീടോൾഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പല സ്ഥലത്തും നമ്മൾ രണ്ടാം ഊഴക്കാരാണ് അല്ലേ? എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും രണ്ടാം ഊഴക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാം ഊഴക്കാരെ പറ്റി പറയുന്നുണ്ട്. 3 കുട്ടികൾ ഉണ്ടായിരുന്ന വീട്ടിലാണെങ്കിൽ ഒരാൾ മൂത്ത കുട്ടിയുടെ പരിഗണന കിട്ടും, ഏറ്റവും ഇളയ കുട്ടിയുടെ പരിഗണന ഇളയാക്കി കിട്ടും. ഈ രണ്ടാമനുണ്ട് ഒരു ചങ്ങാതി. രണ്ടാമനെ എന്താണ്, അദ്ദേഹത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല. ആ രണ്ടാമനായി മാറുന്ന ഒരു കുട്ടിയുടെ, MT ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു, ഏറ്റവും ചെറിയ കുട്ടിയായിട്ടാണ് MT വളർന്നത്. MTക്ക് അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ദാരിദ്ര്യത്തിന്റെ കഷ്ടകഥകളൊക്കെ പിന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ രണ്ടാമന്റെ കാര്യം അദ്ദേഹം പറയുമ്പോൾ ദ്വിതീയനായ പാണ്ഡവൻ, പാണ്ഡവൻ രണ്ടാമനായവൻ. അപ്പൊ രണ്ടാമനാവുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളുടെ ഒരു ലോകം, അല്ലെങ്കിൽ ഊഴം, രണ്ടാമത്തെ ഊഴത്തിനായി കാത്തു നിൽക്കുന്നവന്റെ ഒരു പ്രയാസം, അത് വ്യക്തമായിട്ട് വരച്ചിടുന്ന ഒരു ഇതിഹാസ രംഗം തന്നെയാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന എല്ലാവരും MTയെ വായിച്ചത് രണ്ടാം ഊഴത്തിലൂടെയായിരിക്കും. MTയെ നമ്മൾ വായിക്കുക. വ്യാസമഹാഭാരതത്തില് വ്യാസൻ ഒഴിച്ചിടുന്ന വളരെ യുക്തിസഹമായി തന്നെ വ്യാസൻ എന്ന ഒരു ഇതിഹാസകാരൻ ഒഴിച്ചിടുന്ന കുറെ നിശബ്ദതകളുണ്ട്. ശരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ട്, എന്താ കർണന്റെ പ്രശ്നം, കർണൻ എങ്ങനെ സൂതപുത്രനായി, അല്ലെങ്കിൽ കുന്തിക്ക് ഇങ്ങനെ വരം കിട്ടി, ഇങ്ങനെ കുറെ സാധനങ്ങള് വ്യാസൻ ഒഴിച്ചിട്ട് കളയുന്നത്. വ്യാസൻ അറിയാം, വേണമെങ്കിൽ അത് എഴുതാൻ അറിയാത്തൊന്നുമല്ല. അത്ര എഴുതിയൊരു മഹാനായ എഴുത്തുകാരനെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഉഗ്രവശനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഒരു കഥ. സൂതന്മാരാണ് കഥ പറയാൻ മിടുക്കന്മാർ, കഥ പറയുന്ന ആൾക്കാരാണ് സൂതവംശം. അപ്പൊ അതിലേക്ക് വ്യാസൻ ഒഴിച്ചിട്ട കുറെ നിശബ്ദതകളിലേക്കാണ് അദ്ദേഹം പിന്നെ ഈ കഥാരൂപത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടാമൂഴത്തിലേക്ക് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ മാഷപ്പം വിജയം സംസാരിച്ച് നമ്മൾ ഒരു ലോഡ് പുസ്തകങ്ങൾ റെഫറൻസ് എടുത്തിട്ടാണ് MT പോകുന്നതെന്നാണ് പറഞ്ഞത്. മാതൃഭൂമിയും മൊത്തത്തിൽ ഈ കഥ എഴുതാൻ നോട്ടെടുക്കുക എന്ന് പറയും. നോട്ടെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വണ്ടി നിറയെ പുസ്തകങ്ങളായിട്ടാണ് പോകുന്നത്. മഹാഭാരതത്തിനായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും കൊണ്ടുപോയിട്ട് യഥാർത്ഥത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് എഴുതുന്നത്. അതുകൊണ്ടാണ് അതിലെ വിട്ടുപോയിട്ടുള്ള ഓരോ മണികളും വ്യാസൻ അവിടെ ഒഴിച്ചിട്ട ഓരോ നിശബ്ദതകളെയും എടുക്കുകയാണ്. എന്താണ് ശ്രീകൃഷ്ണന് പിന്നെ അക്ഷൗണിപ്പട ഒരുക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്ന സമയത്ത് അങ്ങനെ നിൽക്കണം, ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുക, ഒരു സംശയമില്ല ആർക്കും പറയാൻ. അത് അർജുനനല്ല, അത് ഭീമനാണ് എന്ന് പറയുക. യുധിഷ്ഠിരൻ പറയുന്നുണ്ട് അതിന് ഭീമനാണ്. അപ്പൊ ഭീമനാണ് ആദ്യം വിട്ടുകൊള്ളേണ്ടവൻ ഭീമനാണ് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ആ പടയൊരുക്കുന്നത് അവര്. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് 100 പേരെ കൊന്ന ഭീമനെ രാജാവാക്കണമെന്ന് പറയുന്ന ഒരു ഐഡിയോളജി വരുന്ന സമയത്ത് അങ്ങനെയാണ് ക്ഷത്രിയര്. ആരാണ് ശത്രുവിനെ വധിച്ചത്, ആരാണ് ശത്രുവിനെ നിഗ്രഹിച്ചത്, അവരാണ് രാജാവ്. അപ്പൊ ആരാണ് ശത്രുവിനെ വധിച്ചത് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ടോക്ക് വരുന്ന സമയത്ത് വിതുരരും കുന്തിയും എല്ലാവരും ഉള്ള സമയത്ത് അവിടുന്ന് ഭീമനെയാണ് രാജാവാക്കേണ്ടത് എന്നുള്ളൊരു അവിടെ നിശബ്ദതയാണ്. പിന്നെ MT അവിടെ ഒരു നിശബ്ദത പാലിച്ചിട്ട് നേരെ നമ്മളെ കൊണ്ടുപോകുന്നത് വേറെ ടോണിലേക്കാണ്. രാത്രിയിൽ കുന്തി എന്ന് പറയുന്ന ഒരു ടോണിലാണ് വരുന്നത്. ആ കുന്തി വന്ന് പറയുന്ന ടോൺ ഇങ്ങനെയാണ്: നിനക്ക് രാജഭരണ കാര്യങ്ങൾ അറിയില്ല, നീ അതിന് പ്രാപ്തനല്ല, നീ യുധിഷ്ഠിരന് വഴിമാറി കൊടുക്കണം, രണ്ടാമനാവണം. അവിടെ ഈ രണ്ടാമനാവണം എന്നാണ്. അവിടെയാണ് ഭീമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആരാണ് ഞാൻ?
ആരാണ് എത്ര മനോഹരമായിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ആരാണ് ഞാൻ ചോദിക്കുമ്പോൾ കുന്തി ആദ്യം പറയുന്നത് എനിക്കൊരു വിജ്ഞാനമുള്ള ശൈക്ഷണികനായിട്ടുള്ള ഒരാളെയായിരുന്നു ആദ്യപുത്രനായിട്ട് വേണ്ടിയിരുന്നത്, അതുകൊണ്ട് ഞാൻ വിദുരരെ സമീപിച്ചു. പിന്നെ കുറെ നിശബ്ദതയാണ് സംസാരത്തിൽ. അപ്പോഴും ഫസ്റ്റ് പേഴ്സണിലാണല്ലോ എഴുതിയുള്ളത്. ഞാൻ അമ്മ പറയുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ്, എങ്ങനെയാണ് ഞാൻ, എവിടെയാണ് ഞാൻ, എന്റെ അച്ഛനെ ചോദിക്കുന്നില്ല, എങ്ങനെയാണ് ഞാൻ ആരാണ്. അപ്പോ കുന്തി പറയുന്ന സംഭവമുണ്ട്, എനിക്ക് പിന്നെ വേണ്ടത് രാജ്യം ഭരിക്കാൻ ഒരാളായി കഴിഞ്ഞു, എനിക്ക് വേണ്ടത് പിന്നെ ശക്തനായ ഒരു പോരാളിയായിരുന്നു. ആ പോരാളിയായി വന്നപ്പോ കുന്തി പറഞ്ഞതുകൊണ്ട് കൊടുങ്കാറ്റിൽ നിന്ന് അദ്ദേഹം കയറി വന്നു. എംടിയുടെ വരികളാണ്. കൊടുങ്കാറ്റിൽ നിന്നും അദ്ദേഹം കയറി വന്നു, ചങ്ങലയഴിച്ച ചണ്ടമാരുതനെ പോലെ പേരറിയാത്ത ഒരു കാട്ടാളൻ. ആ വരിയിൽ നമ്മൾ നിന്നുപോയിട്ടുണ്ട് അല്ലെ? കുറെ നേരം വായിച്ച സമയത്തൊക്കെ ആ വരിയിലാണ് ഭീമനെ പോലെ നമ്മൾ നിന്നുപോയിട്ടുള്ളത്. ഒരു കാട്ടാളന്റെ മകനാണ് താനെന്ന തിരിച്ചറിവ് എന്തെന്നെ പറഞ്ഞാലും ആ ഒരു കാട്ടാളത്വത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. പിന്നെ ഹിഡുംബിയെ തേടി പോകുന്നതൊക്കെയുള്ള കഥകൾ അതിലുണ്ട്. അപ്പൊ ആ ഒരൊറ്റ വാചകത്തിലാണ് അദ്ദേഹം കുരുക്കിയിടുന്നത്. കൊടുങ്കാറ്റിൽ നിന്ന് അദ്ദേഹം കയറി വന്നു, ചങ്ങലയഴിച്ച ചണ്ടമാരുതനെ പോലെ പേരറിയാത്ത ഒരു കാട്ടാളൻ. അമ്മ പിറുപിറുത്തു എന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു എന്ന് പറയുന്നില്ല. എംടി ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റു പറയുമ്പോൾ അമ്മ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോ അമ്മ പിറുപിറുത്തു, ഇഷ്ടമില്ലാതെ അമ്മ പറയുന്നതാണ് പേരറിയാത്ത ഒരു കാട്ടാളൻ. ദാറ്റ് മീൻസ് എന്താ പറയാ, ഫാദർലെസ് എന്ന് പറയുന്നത്. പേരുണ്ടാവുമ്പോൾ ഒരു സംഭവമാണ്, പേരുള്ള ഒരാളാണല്ല, പേരറിയാത്ത ഒരു കാട്ടാളൻ. വേണമെങ്കിൽ പേരറിയുന്ന ഒരു കാട്ടാളെന്നോ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എത്രയോ ഇതിഹാസ കഥാപാത്രങ്ങൾ കാട്ടാളന്മാരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എടുത്തു പറയാം. വ്യാസൻ ഒഴിച്ചിട്ട് ആ നിശബ്ദതയിൽ കയറിക്കൊണ്ട് തന്നെ നമ്മോട് സംവേദിക്കാൻ ശ്രമിക്കുകയാണ് എംടി ചെയ്തത്. വളരെ ക്രാഫ്റ്റിന്റെ ഒരു അതിമനോഹരമായ ഒരു ക്രാഫ്റ്റാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അതില് ഭീമന്റെ സൗഗന്ധി പുഷ്പം തേടി പോകുന്നൊക്കെ നിങ്ങൾ അറിഞ്ഞ കാലങ്ങൾ, ആ സംഭവങ്ങളുണ്ട്. അതിൽ അവസാനം ടേൺ എന്താ പറയാ, ഓരോ അവസരത്തില് പാഞ്ചാലിയുമായിട്ടുള്ള ജീവിതത്തിനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ഭീമനെ കാണുന്നുണ്ട്. ആ ഭീമൻ അവസാനം ഒരു ടേൺ വരാൻ കാലത്ത് കാത്തിരിക്കുമ്പോൾ പാഞ്ചാലി വന്ന് ശയ്യയിൽ കിടന്നിട്ട് അർജുനനെ ഓർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം വളരെ കാമാതുരനായിട്ട് പാഞ്ചാലിയെ സമീപിക്കുന്ന സമയത്ത് ഭീമൻ കേൾക്കുന്നത്, പറയൂ, അർജുനനോട് പറയുന്ന കുറച്ച് സംസാരങ്ങളാണ്. അപ്പൊ അത് കേട്ടിട്ട് അദ്ദേഹം എഴുതുന്നൊരു വരിയാണ്, എനിക്ക് വേണ്ട ഈ തണുത്ത ശരീരം എന്നൊക്കെ അന്ന് ഉപയോഗിക്കുന്ന ഒരു ടേൺ, അത് കാലഘട്ടം നോക്കണം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അന്ന് എഴുതിയൊരു വാക്കാ തണുത്ത ശരീരം, ഹോട്ട് ബോഡി എന്നൊക്കെ ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സെനഷ്യൽ ബോഡി എന്നൊക്കെ പറയുന്നില്ല, ആ തണുത്ത ശരീരം എന്നുള്ളൊരു ഉപയോഗം. അങ്ങനെ വാക്കുകൾ കൊണ്ട് എംടി നമ്മൾ ഉള്ളിലേക്ക് കടന്നു വന്നതിന്റെ ഒരു ആഴം നമ്മൾ ശരിക്കും നിന്നുപോകും. നമ്മൾ അറിയാതെ നമ്മൾ നിന്നുപോകുന്ന ഒരു കാലമുണ്ട്. വാരാണസി വായിച്ചിട്ടുള്ള, വാരാണസിയിലെ സുധാകരന്റെ യാത്ര തുടരുന്നുണ്ട്. ആത്മപിണ്ഡം സമർപ്പിച്ചുകൊണ്ട് സുധാകരന്റെ ഒരു യാത്രയുണ്ട്. അതില് അറിയാതെ ബുദ്ധൻ കടന്നു വരുന്നുണ്ട്. പ്രായമായൊരു ബുദ്ധൻ, 82 വയസ്സായ ബുദ്ധൻ, കാളവണ്ടിയിൽ തന്റെ ശരീരം കാളവണ്ടി പോലെ പൊട്ടിപ്പൊളിഞ്ഞതാന്ന് പറഞ്ഞിട്ട് ഇതിനൊരു മിത്തോളജിയിലേക്ക് പിന്നെ ആ ഒരു കാലം ഈ വാരാണസിയിൽ കയറ്റുന്നുണ്ട് സുധാകരനിലൂടെ. അത് ആരും ഇതുവരെ പറയാത്തൊരു ടേണിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും. ആക്ടിവിസ്റ്റ് പിന്നെ 1958 നാലുകെട്ട് ഇറങ്ങുന്നത്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് അസുരവിത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന്റെ കഥകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം, ചർച്ച ചെയ്യേണ്ടതില്ല. ആദ്യത്തെ പുസ്തകം എഴുതി, ആദ്യത്തെ പൈസ കിട്ടി, 500 രൂപ കിട്ടിയ കഥ പറയുന്നുണ്ട്. വായിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? 500 രൂപ മാതൃഭൂമിന്റെ സമ്മാനം. അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 1,00,000 രൂപയൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ. അപ്പോൾ 1,00,000 രൂപ ഉണ്ടായപ്പോ ആ കുട്ടികൾ 3 ചേട്ടന്മാർ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നത് എന്തൊക്കെ പുസ്തകങ്ങൾ വാങ്ങാന്നുള്ളതാണ്. ശരിക്കും എംടി ആലോചിച്ച് നോക്കിയാൽ ഒരണക്ക് ഇന്ന പുസ്തകം കിട്ടും, 2 അണക്ക് ഇന്ന പുസ്തകം കിട്ടും, 1 റുപ്യന്റെ പുസ്തകം വേണ്ട, അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർ കണക്കൂട്ടുന്ന ഒരു കാലം എംടി പറയുന്നുണ്ട്. എല്ലാവരും ഇരുന്നിട്ട് ഈ 500 രൂപ എങ്ങനെ ചെലവാക്കണം എന്നുള്ളതാണ്. എങ്ങനെ ചെലവാണ്? ആദ്യമായി കിട്ടിയത് 500 രൂപയാണ്. മാതൃഭൂമിന്റെ ഒരു സമ്മാനമാണ്. മാതൃഭൂമി തന്നെ പിന്നെ അത് വർക്ക് ചെയ്യുന്നു. അപ്പൊ മാതൃഭൂമിയിലെ ഫസ്റ്റ് സമ്മാനം കിട്ടുന്നത് 500 രൂപ കിട്ടിയിട്ടും പുസ്തകം വാങ്ങാനുള്ള ഈ പുസ്തകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലോകത്താണ് ശരിക്കും പുസ്തകം തന്നെയാണ് എംടിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. വാട്ടർ മണി വി മേക്ക് സം വാട്ടർ ഗോ ടു വാട്ടർ എന്ന് പറഞ്ഞ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന വെള്ളത്തിലേക്ക് പോകും, പക്ഷെ പുസ്തകങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പുസ്തകം വളരെ ദൈർഘ്യമാണ്. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കാനല്ല നോക്കിയത് അവര്,
പുസ്തകങ്ങളിലേക്ക് പോകാനുള്ള വെച്ചാൽ. അപ്പൊ അതൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കഥയാണ് അസുരവിത്ത് എഴുതുന്നത്. പിന്നെയും 7 വർഷം കഴിഞ്ഞിട്ടാണ് കാലം ഇറങ്ങുന്നത്. കാലത്തിലേക്ക് വരുമ്പം ശരിക്കും നമ്മൾ ആകെ മാറുന്നുണ്ട്. കാലത്തിലേക്ക് വരുമ്പം കാലം ഒരു തുടർച്ച ആയ ഒരു സങ്കേതമാണ്. ഞാൻ കാലം വായിക്കുന്നത് ഏകദേശം കാലവും മയ്യഴിപ്പുഴ തീരങ്ങളൊക്കെ എനിക്ക് ഒന്നിച്ചാണ് കിട്ടിയത്. കാലം വേറെ കാലത്ത് എഴുതിയതാണെങ്കിൽ ഒരു വായിക്കാൻ കിട്ടിയത് ഒരു സമയം. നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ വായനയിലേക്ക് ചെയ്ത്. അപ്പൊ ശരിക്കും വായിക്കുമ്പോൾ മയ്യഴിപ്പുഴ തീരങ്ങളിലോ അല്ലെങ്കിൽ ഖസാക്കിന്റെ ഇതിഹാസത്തിന് ഒന്നും എടുത്തെത്തൂല കാലം, ഉറപ്പാണ്. എന്റെ വായനയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ കാലം നമ്മളെ വേറെ വഴിക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അതാണ് അതിന്റെ ഒരു സാധനം. അപ്പൊ അതിലാണ് ആദ്യമായി രാത്രിയുടെ മണം, പിന്നെ നനുത്ത മഴ പെയ്ത മണ്ണിന്റെ മണം ഒക്കെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. രാത്രിക്ക് മണമുണ്ടോ എന്നൊക്കെ അന്നാണ് നമ്മൾ ശരിക്കും നമ്മോട് തന്നെ ചോദിച്ചൊരു സംഭവമുണ്ട്. ഗന്ധം എന്നുള്ള നമ്മൾ മാമ്പഴം, വൈലോപ്പിയുടെ മാമ്പഴത്തെ പറ്റി പറയാറുണ്ട്. ഗന്ധമാണ് മാമ്പഴം. ശരിക്കും മാമ്പഴം നമ്മൾ കുട്ടിയുടെ മരിച്ചുപോയ കഥയല്ല, അതിനെ കുറച്ചുകൂടി ഉയർന്ന കാലത്ത് ചിന്തിക്കുന്ന അവസരത്തിൽ വൈലോപ്പിളിയെ പറ്റി പറയുന്നത് അതൊരു ഗന്ധവിചാരമാണ്. അമ്മയുടെ ഗന്ധമാണ്, അമ്മിഞ്ഞപ്പാലിന്റെ ഗന്ധമാണ്, മാമ്പഴത്തിന്റെ ഗന്ധമാണ്, ചൈൽഡ്ഹുഡിന്റെ. അപ്പൊ അതുപോലെ ആ ഒരു ഗന്ധത്തെ തിരിച്ചുകൊണ്ടുവന്ന ഈ നോവലിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാനമായിട്ടൊരു കാലമായിരുന്നു ഈ കാലം. കാലത്തിന്റെ പേര് പോലെ തന്നെ അത് വളരെ അന്വർത്ഥമായിരുന്നു. അങ്ങനെ അതിന് മുന്നേ ആരും ആ കാലം എന്നുള്ള പേരിട്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എത്രയോ എഴുത്തുകാരുണ്ടാവും അല്ലെ, എത്രയോ എഴുത്തുകാർ കാലം എന്നൊരു പേര് മുന്നില്ല. അതിനുശേഷം പിന്നെ ഇടാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആദ്യമായിട്ട് കണ്ടെത്തിയ ഒരു സംഭവം കാലം, ദ ടൈം എന്നുള്ളൊരു സംഭവമാണ്. ആ കാലത്തില് 7 വർഷം കഴിഞ്ഞ് കാലത്തിലെത്തുമ്പോൾ നമ്മളെ മരുമക്കത്തായ സമ്പ്രദായമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണ് തറവാടുകളൊക്കെ ക്ഷയിച്ച് ഒരു കാലഘട്ടം ഇങ്ങനെ കുറഞ്ഞു വരുന്നിട്ട് വലിയ നാടകങ്ങൾ, വലിയ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു തുടങ്ങുന്നു. കൃഷിയിലേക്ക് ആൾക്കാർ തിരിച്ചു വരാതിരിക്കുന്നു. അങ്ങനെ കൃഷിപ്പണികൾ വരുന്നു, സാംസ്കാരിക പുരോഗതി ഉണ്ടാവുന്നു, കമ്മ്യൂണിസത്തിന്റെ ഉയർച്ചയാണ്. ഇങ്ങനെ ഒരുപാട് കേരളീയ സാംസ്കാരിക രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരു പെരുമ്പടം മുഴക്കുന്നതാണ്. ആ സമയത്താണ് ഈ കാലത്തിലേക്ക് നമ്മളിങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ശരിക്കും കാലത്തിന് ആ കാലം വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ സുചിത്ര, അവിടെ ഒരു മനുഷ്യന് പ്രണയമൊന്നുമില്ല. അതില് സേതുവിന് പ്രണയമില്ല. ശരിക്കും സേതുവിന്റെ പ്രണയത്തെപ്പറ്റി പറയുമ്പോൾ സുചിത്ര വിചിത്രമായി ചിരിച്ചു, അല്ലെങ്കിൽ ആ തരത്തിലാണ് ചിരിയെ പറ്റി പറയുന്നത്. സാധാരണ ചിരിയല്ല, ഒരു മോശമായ ചിരിയാണ് സുചിത്രയുടെ ചിരിയെ കുറിച്ച് 2-3 സ്ഥലത്ത് MT ആവർത്തിക്കുന്നുണ്ട്. അതില് എന്താണ് അങ്ങനെ ആക്കിയത്? കാരണം അവർക്കറിയാം സേതുവിനെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. സേതു പറയുന്നത് എനിക്ക് ഇതിന് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്ന സമയത്തും ആ വേർപാട് പോലും എടുത്തു വെച്ചിട്ട് അത് വളരെ സെൻഷ്വൽ ആയിട്ടാണ്. കാരണം അതിൽ കൂടുതലൊന്നും പറയാനില്ലാത്ത രീതിയിൽ അതങ്ങ് ഒതുക്കി വളരെ നിർമ്മലമായി പറഞ്ഞു പോകാൻ. MT ഒരു ആൺ കഥാപാത്രവും പ്രണയത്തെ വേണ്ടി ദാഹിക്കുന്ന ഒരാളില്ല. ഉണ്ടോ? ഞാൻ വായിച്ചതിൽ കണ്ടില്ല. പ്രണയത്തെക്കുറിച്ച് പ്രണയാർദ്രമായ ഒരു പെൺജീവിതങ്ങൾ ഉണ്ടാവും, കാത്തിരിപ്പുണ്ടാവും. പക്ഷെ ആണുങ്ങളൊക്കെ എന്താണ് ഒരു റിലക്റ്റന്റ്, ഒരു പ്രണയിക്കാം, ഇല്ലെങ്കിൽ പ്രണയിക്കില്ല. പ്രണയത്തെ കുറിച്ച് ആർദ്രമായിട്ട് നമ്മളെ മയ്യഴിപ്പുഴയിലൊക്കെ കണ്ടിട്ടുള്ള ദാസനെ പോലെയൊന്നും അങ്ങനെ വൈകാരികമായ പ്രണയാർദ്രമായ ഒരു കഥാപാത്രം നമ്മൾ കാണുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു പ്രണയമുണ്ട്, വളരെ വളരെ സെറ്റൈലായിട്ട് നമ്മളെ ഉള്ളിലൂടെ പോകുന്ന ഒരു പ്രണയത്തെ കൊണ്ടുപോകുന്നുണ്ട് MT ശരിക്കും. അതില് കൂടലൂർ വാസുദേവൻ, VN തെക്കേപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. VN തെക്കേപ്പാട് എന്ന് പറഞ്ഞാല് വാസുദേവൻ തെക്കേപ്പാട് VN. അപ്പൊ വാസുദേവൻ നായർ തെക്കേപ്പാട്, VN തെക്കേപ്പാട് എന്ന് എഴുതി. അതുപോലെ MT വാസുദേവൻ നായർ എന്ന് എഴുതി. പിന്നെ 2-3 പേരിൽ അദ്ദേഹം പുസ്തകങ്ങളിലേക്ക് കഥകൾ അയച്ചിട്ട് ഒരു ദിവസം ഒരു വലിയൊരു കെട്ട് വരികയാണ്. ഒരു കെട്ട് വരുമ്പോൾ അതിലെങ്ങനെയാ വെച്ചാൽ ഈ മൊത്തം പുസ്തകങ്ങൾ 3 കെട്ട് വരുന്നത് ഒരേ അഡ്രസ്സിലേക്കാണ്. ഒരേ വീട്ടഡ്രസ്സാണല്ലോ കൊടുത്തിട്ടുണ്ട്. 3 അഡ്രസ്സിലേക്ക് വരുന്ന ഒരേ പുസ്തകങ്ങളാണ്. അപ്പൊ ആ പുസ്തകങ്ങൾ നോക്കുമ്പോൾ ഇദ്ദേഹം എഴുതിയ ലേഖനം, ഇദ്ദേഹം എഴുതിയ കവിത, ഇദ്ദേഹം എഴുതിയ കഥ 3 പേരിൽ എഴുതിയിട്ടുള്ളത്. 3 ഒന്നിച്ച് വരികയാണ്. 10 രൂപ അതിന്റെ കൂടെ മണി ഓർഡറും വരികയാണ്. അതൊരു അത്ഭുതം നോക്ക്. ചെറിയൊരു കാലത്ത് കോളേജ് കാലങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഇതാണ് എന്റെ ജീവിതം. കാർത്തികന്റെ പണിപ്പറി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ എഴുത്തുകാരനായി ചോദിക്കുമ്പോൾ MT പറഞ്ഞ മറുപടി, ഞാൻ മുമ്പ് മറ്റൊന്നും ആയിരുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങനെ എഴുത്തുകാരനായി എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇങ്ങനെ, ഞാൻ മുമ്പ് മറ്റൊന്നും ആയിരുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ഞാൻ ജനിക്കുമ്പോഴേ ഞാൻ ജനിച്ച മുതലേ എഴുത്തുകാരനാണ്. ആ ഒരു ബോധ്യമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണ്
MTയുടെ നമുക്ക് വ്യത്യസ്തനായ ഒരു എഴുത്തുകാരനാക്കി മാറി. ഒരുപാട് എഴുത്തുകാർ നമ്മളെ കൂട്ടത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടൊരു മനുഷ്യൻ. പലപ്പോഴും നിശബ്ദതയായിരുന്നു MTയുടെ ശക്തി എനിക്ക് തോന്നി. പലരും ഞങ്ങൾക്ക് ഓർമ്മയുള്ളത്, ഞാനും ഗണേശൻ കക്കഞ്ചേരിയൊക്കെ ഓർമ്മയുള്ളത് നമ്മൾ ഇവിടുത്തെ ഒരു സമരമാണ്. നമ്മുടെ മലാപ്പറമ്പ് സ്കൂൾ പൊളിച്ച സമയത്ത് ഒരു സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകും. പക്ഷെ സർക്കാർ ഏറ്റെടുക്കാൻ പറ്റൂല, 100% പറ്റൂല. കാരണം എന്താ, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു മനുഷ്യന്റെ പ്രോപ്പർട്ടിയാണ്, തറവാട് സ്വത്താണ്. അയാൾ വീട് പൊളിക്കുന്ന പോലെ അയാൾ പൊളിച്ചതാണ്. പൊളിച്ച എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന് ഇതുവരെ നടത്തിയ പ്രൊസീഡിങ്സ് ഒന്നുമില്ല, മുൻ അനുഭവങ്ങളൊന്നുമില്ല അത് പറയാൻ. പക്ഷെ ആ കല്ല് പിടിച്ചുകൊണ്ട് MT അവിടെ നിന്നു. അവിടെയാണ് കുടുങ്ങിയത്. MT ആ പൊളിഞ്ഞ സ്ഥലത്ത് പ്രതിവേട്ടൻ MLA അവിടെ വന്നിട്ട് ആ പൊളിഞ്ഞ കല്ലും പിടിച്ചിട്ട് MT ആടെ ഇരുന്നതാ, ഒന്നും സംസാരിച്ചിട്ടില്ല. MT ആ ഒരൊറ്റ യോഗത്തിൽ പങ്കെടുത്തതോടുകൂടി സർക്കാർ സംവിധാനം മുഴുവൻ മാറുകയാണ്. റിട്ടേൺ ബാക്ക്, അങ്ങനെ ഒരു പ്രൊസീഡിങ്സ് ഉണ്ടാക്കുകയാണ്. ഏത് ഒരു സ്ഥാപനം വിൽക്കാൻ തയ്യാറായാൽ അൺഎക്കണോമിക് എന്നൊരു വേർഡ്, ലാഭകരം എന്നുള്ള വേർഡ് മാറ്റി വെച്ചുകൊണ്ട് അത് മാറ്റി പണിത് അത് സർക്കാർ സംവിധാനമാക്കി. ഇന്ന സ്കൂൾ കണ്ടില്ലേ, ഇതൊരു മഹത്തായ സ്കൂളാണ്. അപ്പൊ MT ജീവിക്കുക എങ്ങനെയാണ്? MTയുടെ നിശബ്ദതയാണ് ഞാൻ പറഞ്ഞില്ല. ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള MT നമുക്ക് പല സ്ഥലത്തും കാണാം. പക്ഷെ ആ ആക്ടിവിസം ഇപ്പൊ മാവൂർ ഗോളിയോ റയൻസിന്റെ സമര സമയത്ത് MTക്ക് മനസ്സിലാവുന്നുണ്ട്. മാവൂർ ഗോളിയോ റയൻസ് പൂട്ടിപ്പോയാൽ ഒരുപാട് പേർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, തൊഴിൽ പ്രശ്നം ഉണ്ടാവും, എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പൂട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ചാലിയാറിൽ ജനങ്ങൾ മുഴുവൻ മരിക്കും, കോഴിക്കോടുള്ള ഒരുവിധം ആൾക്കാർ മുഴുവൻ മരിക്കും എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നമ്മൾ മനുഷ്യരെയാണ് സംരക്ഷിക്കേണ്ടത്. പക്ഷെ അത് കൂട്ടിപ്പോയി. പിന്നെ 10 വർഷം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അടച്ചുകൊണ്ട് അവർ പോയി. പക്ഷെ പോയപ്പോൾ ഉണ്ടായ ഒരുപാട് സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്. പക്ഷെ അന്ന് പറഞ്ഞത് അതൊരു ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ നമ്മൾ സമരങ്ങൾ നോക്കുമ്പോൾ ചാലിയാർ സമരത്തിലുണ്ടായിരുന്നു. പെരിങ്ങോം ആണവ വിരുദ്ധ സമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പെരിങ്ങോം ആണവ വിരുദ്ധ സമരം, പെരിങ്ങോമിൽ ആണവ വിരുദ്ധ സമരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് മോഡി സർക്കാർ ഡിമോണിറ്റൈസേഷൻ ചെയ്ത സമയത്ത് ശക്തമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിമോണിറ്റൈസേഷൻ നടന്ന സമയത്ത് MT 2-3 തവണ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംസാരം മതിയായിരുന്നു, വലിയ ചർച്ചയായി പോയി അത്. കാരണം ഇങ്ങനെ നിശബ്ദനായി നിൽക്കുന്ന മനുഷ്യൻ പറയുന്ന ഓരോ വാക്കുകളും വളരെയേറെ നമ്മൾ സമൂഹം കേട്ടിരുന്നു. മാറാട് കലാപം, മുത്തങ്ങ സമരം, എൻഡോസൾഫാൻ, ഇതൊക്കെ സമയത്തൊക്കെ നമ്മൾ പറയുന്ന പോലെ നേരിട്ട് ശബ്ദമുണ്ടാക്കി സംസാരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ, അദ്ദേഹം ആ സ്ഥലത്ത് പോയി മുത്തങ്ങ സമരത്തിൽ അദ്ദേഹം പോയി കാണുന്ന കാഴ്ചകൾ, അവ എൻഡോസൾഫാൻ ദുരിതബാധിത എടുത്ത് പോകുന്നൊക്കെ ഒരു ആക്ടിവിസത്തിന്റെ വേറൊരു തലമായിരുന്നു ഞാൻ കണ്ടത്. ശരിക്കും MTയിലും കണ്ട ഒരു തലം എന്ന് പറഞ്ഞാൽ നിശബ്ദത ഏറെ പേടിപ്പിക്കുന്ന സമരായുധം തന്നെയാണ്. ആരാണോ നമ്മൾ എതിർക്കുന്നത് അവിടെ ഇപ്പൊ ഗാന്ധിജി ചെയ്ത സത്യാഗ്രഹം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്വയം പീഡിതനാവുമ്പോൾ എന്നെ പീഡിപ്പിക്കുന്ന ആളുടെ ഉള്ളിലാണ് മാറ്റം. അതാണ് സത്യാഗ്രഹം എന്ന് പറഞ്ഞ സാധനം. ഞാൻ വിശന്ന് കിടക്കുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാണോ വിശന്ന് കിടക്കുന്നത്, എന്തിനു വേണ്ടിയാണോ വിശന്ന് കിടക്കുന്നത്, അതിന് കാരണക്കാരായ ഉള്ളിലാണ് എന്തുണ്ടാവുക, പരിവർത്തനം ഉണ്ടാവുക. അതാണ് സത്യാഗ്രഹത്തിന്റെ കൺസെപ്റ്റ്. അല്ലാതെ നമ്മൾ ആ സംഭവം ഇതുപോലെ തന്നെയാണ് MTയുടെ ഒരു തലം. ഞാൻ നാളെ ഒരുപക്ഷെ MT വായിക്കപ്പെടുക ഇത്തരത്തിലുള്ള MTയുടെ നിശബ്ദത എങ്ങനെയായിരുന്നു കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് കൂടിയായിരിക്കും. ഉറപ്പായിട്ടും അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏറ്റവും എനിക്ക് തോന്നിയത് ചില കാര്യം എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി. ആ കാലത്താണോ സംശയം തോന്നിയത്, ഈ മഞ്ഞ് MT എഴുതിയെന്നാണ് എനിക്ക് സംശയം തോന്നിയത്. കാരണം MTയുടെ എഴുത്തിന്റെ ഒരു ചാരിതയൊക്കെ വെച്ച് നോക്കും, മഞ്ഞ് വായിച്ചു തുടങ്ങിയപ്പോൾ നമ്മളൊന്ന് കുടഞ്ഞു. ഇത് തുടക്കം തന്നെ വളരെ ഇത് MT എഴുതിയതാണോ, MTയുടെ ഭാഷയാണോ, അല്ലെ MT പറഞ്ഞിട്ടുള്ള ഒരു കഥാപരിസരങ്ങളല്ലല്ലോ അത്. അതിനിറ്റാളിന്റെ തണുപ്പ് നമ്മളെങ്ങനെ ഉറഞ്ഞു കൂടിയത്, കാത്തിരിപ്പിന്റെ ഒരു വിഷമം നമ്മളെങ്ങനെ ഉറഞ്ഞു കൂടിയത്. ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കാര്യമൊന്നുമില്ലാത്ത കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് ഇങ്ങനെ ഉറഞ്ഞുകൂടി ഒരു ഹിമമായിട്ട് ഇങ്ങനെ ഉറഞ്ഞു നിൽക്കുകയാണ്. അത് പൊളിക്കാനൊന്നും ആരും മെനക്കെടുന്നില്ല. അത് വായിച്ചു കഴിഞ്ഞ്, വളരെ ചെറിയ പുസ്തകം വായിച്ചു കഴിഞ്ഞ് നമ്മളുള്ളിൽ ഉറയുന്ന ഒരു വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ട് അതിനുള്ളിൽ. അതിൽ അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഇടയ്ക്കിടെ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, പ്രണയലേഖനങ്ങൾ എഴുതില്ല, നിങ്ങളെ എനിക്കിഷ്ടമാണ്, ഇഷ്ടം മാത്രമാണ്. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യരുണ്ടത്. അപ്പൊ വിമലയുടെ ഒരു കാത്തിരിപ്പിന്റെ ആ ലോകം മുഴുവൻ നമ്മുടെ എല്ലാവരുടെയും ലോകമായി മാറിയത്. പക്ഷെ അത് ഓരോ കാലത്ത് വായിക്കുമ്പോഴും, ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് വായിച്ച മഞ്ഞല്ല, ഞാൻ കോളേജ് പഠിക്കും, ഞാൻ വിവാഹിതനായ സമയത്ത് വായിക്കുന്ന ആളല്ല മഞ്ഞല്ല. നമ്മൾ മഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ആ മഞ്ഞിലെ എഴുത്തുകളും ഒക്കെ വൈകാരികമായി നമ്മളെ സ്പർശിച്ചുകൊണ്ട് ആ കാത്തിരിപ്പിന്റെ വേദന നമ്മളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങാൻ വിട്ടുകൊണ്ട് പല സ്ഥലത്തും MT എടുക്കുന്ന നിശബ്ദതകളുണ്ട്, അവിടെ ഇങ്ങനെ ഒഴിച്ചിട്ടുന്നുണ്ട്. ബാക്കി നിങ്ങളാണ്
ബാക്കി നമ്മളാണ് വായിക്കേണ്ടത്. ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ടാണ് പിന്നെ നൈനിറ്റാളിന്റെ സൗന്ദര്യത്തെ പറ്റി എങ്ങനെയാണ് എഴുതാൻ സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ MT പറഞ്ഞൊരു മറുപടി ഇതാണ്: ഞാൻ എഴുതിയത് വിമലയുടെ കാത്തിരിപ്പല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളന്തപ്പെടുവേ, വിമലയുടെ കാത്തിരിപ്പല്ലേ? അപ്പൊ അല്ല, അങ്ങനെ വിമലയുടെ കാത്തിരിപ്പായിട്ടല്ല, ഞാൻ എഴുതിയത് സീസണെ കാത്തിരിക്കുന്ന ജനങ്ങളുടെ ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. ഒരു നൈനിറ്റാളിൽ എങ്ങനെയാ വെച്ചാൽ, ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അടുത്ത സീസൺ വരുമ്പോൾ വരെ നമ്മളിപ്പം വീടൊക്കെ അടിച്ചു വെക്കുന്ന എല്ലാ റോഡും വൃത്തിയാക്കും, പെയിന്റ് അടിക്കും, ബോട്ടുകളൊക്കെ നന്നാക്കും. അങ്ങനെ ഒരു കാത്തിരിപ്പ് അതിനു വേണ്ടിയിട്ടാണ്. നല്ലൊരു സീസണ് വേണ്ടിയുള്ള ഒരു ജനത മുഴുവൻ, ആ നാട്ടിലെ സാധാരണക്കാരായ ജനത മുഴുവൻ കാത്തിരിക്കാൻ ഒരുക്കം കൂട്ടുകയാണ്. ഈ ഒരുക്കം കൂട്ടിയിട്ട് കാത്തിരിക്കുകയാണ്. വരുമായിരിക്കും ഈ വരുന്ന സഞ്ചാരികൾ വരണം നിർബന്ധമൊന്നുമില്ല. ആ ഒരു കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിൽ ഒരു ക്ലൂ വരികയാണ്. ഇത് ഇങ്ങനെ ഒരു കാത്തിരിപ്പിനെ ഒരു വ്യക്തിയുടെ കാത്തിരിപ്പിലേക്ക് മാറ്റിക്കൊണ്ട്, വിമലയുടെ കാത്തിരിപ്പിലേക്ക് മാറ്റിക്കൊണ്ട്, അതാണ് അതിന്റെ ഒരു സർഗപ്രതിഭ. ഞാൻ ആലോചിച്ച് നോക്കിയാണ്, ആ ഒരു സീസണെ കാത്തിരിക്കുന്ന തുറന്നു പറയുന്ന MT കേട്ടു. MTയുടെ ഇന്റർവ്യൂ പറയാണ്, നേരിട്ട് പറയാണ്. അങ്ങനെയാണ് ഞാൻ അത് എഴുതിയത്. ഇന്റർവ്യൂ അദ്ദേഹം തന്നെ പറയാണല്ലോ, വേറെ ആരും പറയാം. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ ശരിയാണ്, അധികം മനസ്സിലാക്കിയ കാര്യം അതാണ്. ആ കാത്തിരിപ്പിനെ മനുഷ്യന്റെ കാത്തിരിപ്പിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് മഞ്ഞ് ശരിക്കും മഞ്ഞായി മാറും. അതിനാണ് നമ്മളെ തൊട്ട് ചുംബിച്ചൊക്കെ കടന്നു പോകുന്നത്. നമ്മളെ ഇടയിലൂടെ എങ്ങനെ വൈകാരികമായി നമ്മളോട് സംസാരിക്കുന്നത് മഞ്ഞിലാണ്. അതില് സുധീർ കുമാർ മിശ്ര പറയുന്നുണ്ട്, കാലത്തിന്റെ നടപ്പാതയിൽ ഈ നിമിഷം പിന്നെ സ്ഥാനം പിടിച്ചതായിരുന്നു. സുധീർ കുമാർ മിശ്രയുടെ ഒരു വരി അവിടെ 1955 ഒരു ലെറ്ററിന്റെ ഒരു കഷ്ണം വെക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് ആ ലെറ്ററിന്റെ കഷ്ണം നമ്മളെ മനുഷ്യനൊരു ആമുഖത്തിലൊക്കെ സുഭാഷ് എന്നാണ് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റില് അദ്ദേഹം എഴുതിയ കത്തിന്റെ ഒരു കഷ്ണങ്ങളൊക്കെ. അതുപോലെ ഈ ചില കാര്യങ്ങൾ ഇട്ടച്ചങ്ങ് പോവുകയാണ്. ആ കത്ത് നമ്മൾക്ക് അവിടെ വെക്കണമെന്നൊന്നുമില്ല. പക്ഷെ ആ കത്തിന്റെ 2 വരികൾ സുധീഷ് കുമാർ മിശ്ര 1955 ജനുവരി 5 എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാലത്തിലേക്ക് സംസാരിക്കുകയാണ്. അവിടെയാണ് ഒരു ക്രാഫ്റ്റ് എന്ന സംഭവം വരുന്നത്. ശരിക്കും വളരെ സൂക്ഷ്മമായിട്ട് ജനങ്ങളുടെ ജീവിതത്തെ പഠിക്കുന്നത്. ഇപ്പം വിജയമാഷ് പറയുന്നുണ്ട്, MTയുടെ കഥകള് പിന്നെ വെള്ളത്തിൽ പല ജീവികളും ജീവിക്കും. വെള്ളത്തിന്റെ മുകളിൽ ജീവിക്കുന്ന ഒരു എഴുത്തച്ഛനില്ലേ, ഇങ്ങനെ മേലെ ഇങ്ങനെ ഓടിപ്പോകുന്ന എഴുത്തച്ഛനും ജലജീവിയാണ്. പക്ഷെ വെള്ളത്തിനെ ഒന്നും ചെയ്യുന്നില്ല. ഏകദേശം വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി, പക്ഷെ വെള്ളവുമായിട്ട് അതിന് യാതൊരു പ്രയാസമില്ല, വെള്ളം ഇളകു പോലും ഇല്ല അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെയാണ് MTയുടെ എഴുത്ത് എന്ന് പറയുന്നത്. വിജയമായിട്ട് ഒരു അനുസ്മരണത്തിൽ പറഞ്ഞത്. അപ്പൊ അത് എഴുതുന്നത് നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് നിൽക്കുന്നത്. ആ സ്ഥലികളിൽ തന്നെ ഉള്ളിലോട്ട് പഴയ ആഴങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് കൂടലൂരിന്റെ ചരിത്രകാരൻ എഴുതുന്നത്. ഗോവിന്ദൻകുട്ടിയെയും വേലായുധനായും പകടുകളി കോമ്പുണ്യമായും കാതുമുറിച്ച മീനാക്ഷി എടുത്തേക്ക് അവിടുത്തെ കഥാപാത്രങ്ങളാണ്. ആ നാട്ടിലെ ആൾക്കാർ തന്നെയാണ്. മാളെടുത്തി എനിക്കിത്തിരി ചോറ് തരുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മാളെടുത്തി എനിക്കിത്തിരി ചോറ് തരുമെന്ന് ചോദിച്ചാൽ വേലായുധനാണ്, അമ്മാവനാണ്, അദ്ദേഹത്തിന്റെ റിലേറ്റീവാണ്. അവിടെ വന്നിട്ട് മാളെടുത്തിയാണ് അമ്മയാണ്. മാളെടുത്തി പേടിച്ചുകൊണ്ട് വേലായുധന് ചോറ് കൊടുക്കുന്ന ഒരു സീനെ MT ഓർത്തെടുക്കുന്നുണ്ട്. കാരണം പേടിച്ചിട്ടാണ്, കാരണം ഇയാൾ എന്താ ചെയ്യാന്നറിയില്ല. അപ്പൊ ഇരുട്ടിന്റെ ആത്മാവില് ഒരു റൂമില് MT തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു അന്ന് എംപയർ ഹോൾ ലോഡ്ജോ അങ്ങനെ എന്തോ. അപ്പൊ എംപയർ ലോഡ്ജിന് ഇപ്പുറത്ത് പിന്നെ നസീറുണ്ട്. അപ്പൊ MT ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ സംവിധായകനും നിർമ്മാതാക്കളെ വന്ന് നമ്മളെ നസീർ അവിടെ ഉണ്ട്, ഒന്ന് പോയി കണ്ടാൽ നസീറിനെ ഓപ്റ്റ് ചെയ്യാലോ എന്ന്. അപ്പൊ MTയുടെ മറുപടി എന്താണെന്ന് അറിയോ? നസീറിനോട് വന്ന് കാണാൻ പറയൂ. അതാണ് എന്റെ നസീർ എന്ന് ഫെയിമാണ്. പക്ഷെ അന്ന് മാന്യനായ നസീർ വന്ന് MTയെ കാണുകയും MTന്റെ ആ റോൾ ഏറ്റെടുക്കുകയും ചെയ്യാണ്. അവിടെയാണ് എഴുത്തുകാരൻ വള്ളത്തോളിനെ പറ്റി പറയും. വള്ളത്തോൾ നെഹ്റു ഒരു വലിയ യോഗത്തിൽ വന്നിട്ട് വലിയൊരു ഒറ്റ കസേരയുള്ളൂ. നെഹ്റു വള്ളത്തോളുള്ള യോഗമാണ്. അപ്പോ ഒറ്റ കസേരയുള്ളൂ, വലിയ കസേരയുള്ളൂ. അപ്പൊ നെഹ്റു വന്നപാടെ അതിൽ കയറിയാടിരുന്നു. സംഘാടകർ കുടുങ്ങി. വലിയൊരു കസേരയുള്ളൂ, വള്ളത്തോൾ അവിടെ കയറി കാലക്കെട്ടി ആടിരുന്നു. അപ്പോൾ നെഹ്റു എന്ന് വെച്ച കസേരയാണ്, പ്രധാനമന്ത്രിന്റെ യോഗമാണ്. ആർക്കും ഇയാളോട് എണീക്കാൻ പറയാനുള്ള ധൈര്യമില്ല. വള്ളത്തോൾ അങ്ങനെയാണ്. അപ്പോ പിന്നെ അവസാന സംഘാടകർ വേറെ ഇതേപോലെ കസാര വരുത്തി ഇപ്പുറത്തിട്ടിട്ട്. അപ്പൊ എന്താ വെച്ചാൽ തന്റെ റോൾ ഇതാണ്, താൻ ഇത്തരം പ്രാധാന്യമുള്ള വ്യക്തിയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഓരോ എഴുത്തുകാരനാണ്. അങ്ങനെയുള്ള തിരിച്ചറിവാണ് ശരിക്കും MT എന്ന ഒരു ഞാനൊരു തിയറി ഉണ്ട്, സോഷ്യോളജിയിൽ ഒരു തിയറി ഉണ്ട്. അതിന്റെ പേര് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നാണ്. അത് കൂലെ എന്ന ഒരു സാമൂഹ്യശാസ്ത്രൻ രൂപപ്പെടുത്തിയ തിയറിയാണ്. വളരെ വർഷങ്ങൾ കൊണ്ട് തിയറിയാണ്. അതിലെന്താ പറയുന്നത്, ഞാൻ എന്നത് എവിടെയാണ് നിൽക്കുന്നത്? ശരിക്കും നിങ്ങൾ ഓരോരുത്തരും ഞാൻ എവിടെയാണ്? ഇപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇടുന്നു, കണ്ണാടി നോക്കുന്നു. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന തിയറിന്റെ പേര്. അതിൽ ഇതാണ് പറയുന്നത്, യു ആർ നോട്ട് വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതല്ല നിങ്ങൾ നിങ്ങളെപ്പറ്റി ധാരണ ഉണ്ടാവും. ഞാൻ ഇന്നതൊക്കെയാണ്, ഞാൻ ടീച്ചറാണ്, ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്, എന്നൊക്കെയാണ് എന്റെ ഒരു ചിന്ത, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അതല്ല നിങ്ങൾ. അപ്പൊ കൺഫ്യൂഷനായി. അപ്പൊ അടുത്ത ചോദ്യം, പിന്നെ ആരാണ് ഞാൻ? മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതോ അതുമല്ല നിങ്ങൾ. രണ്ടും പോയില്ലേ? മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെ പറ്റിയിട്ട്
പലതും പലതേക്കും, എന്നെ പറ്റി പലരും പലതേക്കും. അതൊന്നല്ലല്ലോ ഞാൻ എന്ന സ്വത്തും എവിടെയുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കണ്ടെത്തലുണ്ട്, യു ആർ വാട്ട് യു ആർ തിങ്കിങ്, വാട്ട് അതേഴ്സ് ആർ തിങ്കിങ് അബൌട്ട് യു. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ എന്ന അസ്തിത്വം. അപ്പൊ MT തീരുമാനിക്കുകയാണ്, ഞാൻ ഒരു എഴുത്തുകാരനാണ്, പ്രബലനായ എഴുത്തുകാരനാണ്, തിരക്കഥകൃത്താണ്, എനിക്കിനി ഇഷ്ടം പോലെ കഥകൾ എഴുതാനുള്ള സ്റ്റോക്ക് ഉണ്ട്. അന്നൊക്കെ ഈ ഇരുട്ടിന്റെ ആത്മാവിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ പിന്നെത്ര കഥകൾ എഴുതി, അദ്ദേഹത്തിന്റെ തിരക്കഥകൾ എത്ര വന്നു. ആ കഥ ചിത്രകാരന്, ചലച്ചിത്രകാരന്, എഴുത്തുകാരന് തന്നെ ബോധ്യമുണ്ട്, എന്നെപ്പറ്റി മറ്റുള്ളവർ എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പേര് പറഞ്ഞല്ല അദ്ദേഹം. അപ്പം ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറിയാണ്. നമ്മൾ ഓരോരുത്തരും പ്രസ്ഥാനങ്ങളൊക്കെ തിരിച്ചറിയേണ്ട സംഭവം അതാണ്. നമ്മളെപ്പറ്റി നമ്മൾ ഉണ്ടാക്കുന്നതല്ല, മറ്റുള്ളവർ എന്തോ ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ഉണ്ടായി വരുന്ന സ്വത്വമാണ് വാട്ട് ഈസ് ഐ ആൻഡ് മീ എന്നൊരു തിയറിയാണ്. ഐ ആൻഡ് മീ രണ്ട് വ്യത്യാസം. ഐ ആൻഡ് മീ ഞാനതുകൂടെ പറഞ്ഞത് അനുഷംഗമാര് പറഞ്ഞതാണ്. അപ്പൊ ഈ കഥാകാരന്റെ, ഈ എഴുത്തുകാരന്റെ ധൈഷണികത, അതിന്റെ ബോധതലം അത്തരത്തിൽ ഉയർന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു കസേര വലിച്ചിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയാനുള്ള ഒരു ധൈര്യം അത് തുടർന്ന് അങ്ങോട്ട് മുഴുവൻ അദ്ദേഹം കാണിച്ചല്ലോ. ഒരു യോഗത്തിൽ അടുത്തേണ്ടത് ആ സമയത്ത് വ്യക്തമായി പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളത് നിങ്ങളിഷ്ടമാണ്, നിങ്ങൾ അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വിടുകയാണ്, ആ സമൂഹത്തിന് വിടുകയാണ്, ആ നാട്ടിന് വിടുകയാണ്. ഈ നോക്കും ആ വാക്കുകൾ ഇനിയും കിടക്കൂല, എത്ര കാലം അല്ലേ, എത്ര കാലം ഇനി MT വായിക്കപ്പെടും, അല്ലെ ഈ ചർച്ചകൾ എത്ര ചെയ്യപ്പെടും. അതാണ് MTയുടെ ഒരു കാലം. ഇപ്പം MTയുടെ എഴുത്തിൽ നമ്മൾ തെന്നി മാറി ചലച്ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഓരോ വാക്കുകളുണ്ട്. അതിൽ പറയുന്ന വാക്കുകൾ ഇപ്പം നമ്മളെ പെരുന്തച്ഛനിലൊരു ഡയലോഗുണ്ട്. പെരുന്തച്ഛൻ മകനെ അടിച്ചിറക്കുന്നുണ്ട്, അടിച്ചിറക്കിയിട്ട് അപ്പം അച്ഛൻ കിടന്നെടുത്തുന്ന മോൻ പറഞ്ഞ ഡയലോഗുണ്ട്, പെരുന്തച്ഛന്റെ മകനാണെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു, ഇനി ഞാൻ അഹങ്കരിക്കില്ല. ബ്രാഹ്മണ്യത്തിൻ്റെത് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതാണ് പെരുന്തച്ഛൻ. കാരണം രണ്ട് കാര്യവും ഒറ്റ വാക്കിലാണ്, ഒരൊറ്റ ക്ലോസിലാണ് ആ ഡയലോഗിങ് വരുന്നത് സംഭാഷണത്തിൽ. എന്നുവെച്ചാൽ ഇത് മറച്ചു വെക്കുകയും ചെയ്തു, ബ്രാഹ്മണ്യം പറഞ്ഞതുമില്ല. ഇതിനിടയിൽ എവിടെയോ നിൽക്കുന്ന ഒരു കള്ളത്തരത്തിന്റെ പേരാണ് പെരുന്തച്ഛൻ എന്ന് പറയാൻ MTക്കേ പറ്റുള്ളൂ. അതിന് ചർച്ച ചെയ്തിട്ടില്ല. അതിൽ MTനെ അതില് പിന്നെ പെരുന്തച്ഛന്റെ മകളായി ചിത്രീകരിക്കുന്നുണ്ട്. ചില ഹോൾസ് ഉണ്ട് അവിടെ. പെരുന്തച്ഛന്റെ മകളായിട്ട് ഈ പെരുന്തച്ഛന്റെ മകൻ സ്നേഹിക്കുന്ന കുട്ടിയെ ചിത്രീകരിക്കുന്നത്. അതെങ്ങനെയാണ് കാണിക്കുന്നത് വെച്ചാൽ അവർ തമ്മിൽ സംഗമം നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു യാത്ര വരികയാണ്. രംഗത്ത് വരുന്ന ഓർമ്മയുണ്ടല്ലോ, ആ രംഗത്ത് ഈ പെരുന്തച്ഛനെ അറയിലേക്ക് വിളിച്ചു വരുന്ന ഒരു സീനുണ്ട്. അറയിലേക്ക് വിളിച്ചു വരുത്തിട്ട് നമ്പൂതിരി വരുമ്പോൾ കാണുന്നത് ഇയാൾ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് കുട്ടി ഉണ്ടായ ശേഷം പെരുന്തച്ഛനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നമ്മളെ നെടുപടി വീണും ഭംഗിയായിട്ട് അവതരിപ്പിച്ചൊരു സീനുണ്ട്. ഉള്ളോട്ട് വിളിക്കാമായിരുന്നില്ലേ, ഉള്ളോട്ട് വിളിച്ചോന്ന് പറയുന്നുണ്ട്. ഉള്ളോട്ട് വിളിച്ചോന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു തച്ചന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ പോണമുണ്ടായിരുന്നെങ്കിൽ ഈ തച്ചന് വേണ്ടി കാത്തിരിക്കേണ്ടിണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ആ ഒരു മൊറാലിറ്റിയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അത് എഴുതിയത്. ആ വാക്കുകൾ, ഈ സംഭാഷണങ്ങൾ വളരെ കൂടുതൽ. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം മോഹൻലാൽ ഉയർന്നു വന്നൊരു പടമുണ്ട്, പേര് ഉയരങ്ങളിലാണ്. കണ്ടിട്ടുണ്ടാവും അല്ലെ? ഉയരങ്ങൾ എന്ന പടം മോഹൻലാലിന്റെ ഒരു ക്ലൈംബിംഗ് ഹൈ പടമാണ്. അതിലെ ലാസ്റ്റ് സീനിൽ ഒരു സീനുണ്ട്. മോഹൻലാൽ ഭയങ്കര ഫ്രോഡാണ്. എല്ലാവരും പറ്റിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ ലോ എന്നൊക്കെ പഠിച്ച് ഭയങ്കര ഫ്രോഡായിട്ട് മനുഷ്യൻ ഇങ്ങനെ പൊന്തി പോയിട്ട് അവസാനം മലേന്റെ മുകളിൽ നിന്ന് ഒരു സീനുണ്ട്. അവസാനം എല്ലാവരും പിടിക്കപ്പെട്ടാണ്. ഇയാളെ കള്ളത്തരം മുഴുവൻ പിടിക്കപ്പെട്ടിരുന്ന MT പറയിപ്പിക്കുന്നുണ്ട്, ഞാൻ നന്നായി കളിച്ചു. അതിന് മോഹൻലാലിന്റെ ഡയലോഗ്, ഞാൻ നന്നായി കളിച്ചു, കളി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണല്ലോ ഏറെ പ്രധാനം, പക്ഷെ എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല പറഞ്ഞിട്ട് ആത്മഹത്യ എന്ന സീനാണ്.